എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലേസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അതായത് വളരെ ബേസിക് ആയിട്ട് എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ ഓപ്പറേഷൻസ്, അങ്ങനെ വളരെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിന് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്നൊരു മൊഡ്യൂളുണ്ട്. ആ മൊഡ്യൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കോംപ്ലക്സ് നമ്പറിനെ പറ്റിയിട്ടും അതിൻ്റെ ഓപ്പറേഷനെ പറ്റിയിട്ടും എങ്ങനെ അത് കൂട്ടാം, കുറയ്ക്കാം, അങ്ങനത്തെ സാധനങ്ങളെ പറ്റി നമുക്ക് പഠിക്കണ്ടേ. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ? ഓക്കെ, അപ്പം നോക്കാം. അപ്പം കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. അതിന് മുമ്പ് നമുക്ക് കുറേ നമ്പേഴ്സിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, ശരിയല്ലേ? അപ്പം നമ്മൾ ചെറിയ ക്ലാസ്സിൽ എണ്ണാൻ പഠിച്ചു. എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4 അതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് വിളിച്ചു. പിന്നെ കുറച്ചുകൂടെ വലുതായപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? 1 അല്ല, അതിനേക്കാളും ചെറിയ നമ്പർ ഉണ്ട്, 0. അപ്പോൾ 0യും കൂടെ ചേർത്തു. 0, 1, 2, 3, 4 എന്ന് പറയുന്ന ഈ നമ്പർ സിസ്റ്റത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഹോൾ നമ്പേഴ്സ് എന്ന് വിളിച്ചു, ശരിയല്ലേ? പിന്നെയും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? 0 അല്ലടാ, അതിനേക്കാളും ചെറിയ നമ്പേഴ്സ് ഉണ്ട്. -1, -2, -3, അങ്ങനെ -1, -2, -3 എന്നും പറഞ്ഞ് ചേർത്ത് കുറേ നമ്പേഴ്സ് ഉണ്ട്. അതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ എന്തെന്ന് വിളിച്ചു? ഇൻറ്റീജേഴ്സ് എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? ഇൻറ്റീജേഴ്സ്. പിന്നെയും നമ്മൾ കുറച്ചുകൂടെ മുതിർന്നപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? 1നും 0യ്ക്കും 1 എടുക്കാം, അല്ലെങ്കിൽ 1ഉം 2 എടുക്കാം. ഇതിൻ്റെ ഇടയിൽ പിന്നെയും കുറേ നമ്പേഴ്സ് ഉണ്ട്. എങ്ങനെയാ? 1/2, 2/3, 4/3 ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്ന കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ വിളിച്ചു റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ എന്തായിരുന്നു റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഏത് നമ്പറിനെയും P/Q ഫോമിൽ എഴുതാൻ പറ്റണം, പിയും ക്യൂവും ഇൻറ്റിജർ ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സിനോട് ചേർത്ത് നമ്മൾ എന്ത് വിളിച്ചു? റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിച്ചു, ശരിയല്ലേ? പിന്നെയും നമ്മൾ പറഞ്ഞു ഇങ്ങനെ എഴുതാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. ആരൊക്കെയാ? നമ്മുടെ റൂട്ട് പ്രൈമുകൾ, √2, √3, നമ്മുടെ പൈ എന്ന് പറയുന്ന നമ്പർ, ഇവന്മാരെല്ലാം കൂടെ ചേർത്ത് നമ്മൾ അഭിന്നകങ്ങൾ അല്ലെങ്കിൽ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിച്ചു, ശരിയല്ലേ? അപ്പം പിന്നെയും നമ്മൾ പഠിച്ചു ഈ റാഷണലിനെയും ഇറാഷണലിനെയും കൂടെ കൂട്ടിച്ചേർത്ത്, അതായത് നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ നമ്പറിനെയും കൂടെ കൂട്ടിച്ചേർത്ത് ഒരുമിച്ചൊരു വലിയ നമ്പർ ആക്കി കഴിഞ്ഞാൽ അതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ എന്ത് വിളിച്ചു? റിയൽ നമ്പേഴ്സ് എന്ന് വിളിച്ചു, ശരിയല്ലേ? അപ്പോൾ റിയൽ നമ്പേഴ്സ് വരെ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 9ാം ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറാഷണൽസും റാഷണൽസിനും എല്ലാം കളക്ഷനാണ് റിയൽ നമ്പർ. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതി പറഞ്ഞാൽ ഒരു നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ നമ്പറിനെയും കൂടെ ചേർത്ത് നമുക്ക് എന്തെന്ന് വിളിക്കാം? റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അതുവരെ നമ്മൾ പഠിച്ചു നിർത്തി. ഇനി നമ്മൾ പറയാൻ പോകുന്ന പുതിയൊരു നമ്പറാണ്, പുതിയൊരു നമ്പർ സിസ്റ്റമാണ് എന്ത്? കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ എന്താ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മളിത് കണ്ടപ്പോൾ ഒരു പാറ്റേൺ മനസ്സിലായി കാണും. എല്ലാ നാച്ചുറൽ നമ്പറും എന്താ? ഹോൾ നമ്പറാ. എല്ലാ ഹോൾ നമ്പറും എന്താ? ഇൻറ്റിജറാ. എല്ലാ ഇൻറ്റിജറും എന്താ? റാഷണൽ നമ്പറാ. ഇനി എല്ലാ റാഷണലും ഇറാഷണൽ ആണോ? അല്ല. റാഷണൽ അല്ലാത്ത ആൾക്കാരെല്ലാം എന്താ? ഇറാഷണലാ. റാഷണലും ഇറാഷണലും എല്ലാം ചേർന്നത് എന്താ മക്കളെ? റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി ഈ റിയൽ നമ്പേഴ്സിനേക്കാളും കുറച്ചുകൂടെ നമ്പറോട് ആഡ് ചെയ്യുമ്പം വേറൊരു നമ്പർ സിസ്റ്റം പഠിക്കാൻ പോവാണ്. അതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാൻ നോക്കിക്കേ. x² + 1 = 0. ഓക്കെ, ഇതൊരു ഇക്വേഷൻ ആണ്. x² + 1 = 0. ഇതിനകത്തുനിന്ന് എക്സിന്റെ വില കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? x² = +1 അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? -1 വരും. എക്സ് കണ്ടുപിടിക്കാൻ √(-1) എന്ന് എടുക്കും. √(-1) സ്ക്വയർ മാറ്റാൻ നമ്മൾ റൂട്ട് എടുക്കുന്നു. √(-1) വിലയുണ്ടോ? √(-1)ന് ഏതെങ്കിലും രണ്ട് സെയിം നമ്പർ ഗുണിച്ചാൽ -1 കിട്ടുമോടാ? കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നെഗറ്റീവ് നമ്പേഴ്സിനൊന്നും റിയൽ റൂട്ടുകളില്ല എന്ന് നമുക്കറിയാം, അല്ലേ? റിയൽ ആയിട്ട് ഏതെങ്കിലും രണ്ട് റിയൽ നമ്പർ ഗുണിച്ചാൽ -1 കിട്ടുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ല. അപ്പം നമ്മൾ പുതുതായിട്ടൊരു നമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, i, ഇമാജിനറി നമ്പർ i. ഈ √-1ന്റെ വില കാണുന്നിടത്തെല്ലാം നമ്മൾ എന്തെന്ന് കൊടുത്തുകൂടാ? i എന്ന് കൊടുത്തു. അപ്പോൾ പുതിയൊരു നമ്പർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, √-1 എന്ന് പറയുന്ന നമ്പർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് നമ്പറാ? i. നെ വേണമെങ്കിൽ നമുക്ക് iota അല്ലെങ്കിൽ ഇമാജിനറി നമ്പർ iota എന്ന് വിളിക്കാം. കണ്ടോ? അപ്പം ഈ iനെയാണ് നമ്മൾ ഇമാജിനറി നമ്പർ എന്ന് വിളിക്കുക. അപ്പം ഇനി എന്താ കോംപ്ലക്സ് നമ്പർ? ഏതൊരു നമ്പറിനെയും a+ib ഫോമിൽ എഴുതാൻ പറ്റുവാണ്. എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഒക്കെ എന്ത് നമ്പറാ? റിയൽ നമ്പറുകളാ. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോംപ്ലക്സ് നമ്പർ എന്ന് വിളിക്കാം. കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ നോർമലി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ Z ആണ്. അപ്പോൾ Z = a+ib ഫോമിൽ എഴുതാൻ പറ്റുന്ന എനി നമ്പറിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് ക്ലിയർ ആയോ? കുറേ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. ദാണ്ടേ നമ്മൾ പറഞ്ഞ 2 റിയൽ നമ്പർ ആണോ? ആണ്. 2 കോംപ്ലക്സ് നമ്പറും ആടാ. 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 + iയുടെ കൂടെ ഒന്നും ഇല്ലെന്ന് കണ്ട് പേടിക്കേണ്ട, i × 0 എന്ന് എഴുതാം. i × 0 എന്താ? 0. 2 + 0 എന്താ? 2. അപ്പോൾ അതിനെ നമുക്ക് ആ രീതിയിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ നമ്പേഴ്സും എന്ത് നമ്പേഴ്സ് തന്നെയാ?
കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ ഇവിടെ കയറി വരുന്നു എന്നുള്ളതേ ഉള്ളൂ കോംപ്ലക്സ് നമ്പേഴ്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ റിയൽ നമ്പറോട് ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ചുകൂടി ഒരു വലിയ നമ്പർ സിസ്റ്റമാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്താ? ഏത് നമ്പറിനെയും A+IB ഫോമിൽ എഴുതാൻ കഴിഞ്ഞാൽ ആ നമ്പറിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോംപ്ലക്സ് നമ്പർ എന്ന് വിളിക്കാം. A എന്ന് പറയുന്നത് റിയൽ ആണ്, B എന്ന് പറയുന്നതും എന്ത് നമ്പർ ആയിരിക്കണം? റിയൽ നമ്പർ ആയിരിക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് കോംപ്ലക്സ് നമ്പർ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത എന്താണ് നോക്കി, ഒരു കോംപ്ലക്സ് നമ്പറിനെ A+IB ഫോമിൽ എഴുതി കഴിഞ്ഞാൽ അതിനകത്തെ എനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ പാർട്ട് എന്നും നമ്മൾ ഈ ബിനെ വിളിക്കുന്ന പേരാണ് ഇമാജിനറി പാർട്ടും. ഓക്കെ, അതായത് 2a+i എന്നൊരു കോംപ്ലക്സ് നമ്പർ എഴുതുക. അപ്പം ഐ ഇല്ലാത്ത ആളിനെയാണ് റിയൽ പാർട്ട് എന്ന് വിളിക്കുക. മക്കളെ, റിയൽ പാർട്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ, റിയൽ ഇസഡ് ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ റിയൽ പാർട്ടിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? റിയൽ ഇസഡ്. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഐയുടെ കൂടെ കിടക്കുന്നത്, ഐയുടെ കൂടെ ഞാൻ 1 ഉണ്ടെങ്കിൽ 1 ആണ് അതിന്റെ ഇമാജിനറി പാർട്ട്. അപ്പം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. കണ്ടോ, IM ഓഫ് ഇസഡ് എന്ത് വായിക്കും? ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. എ എന്ത് വായിക്കും? റിയൽ പാർട്ട് ഓഫ് ഇസഡ്. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കിയാലോ? എക്സാമ്പിൾ നോക്കിക്കേ, 2+i3. വേഗം പറഞ്ഞു. ഇതിന്റെ റിയൽ പാർട്ട് ഓഫ്, ഇതിനെ ഞാൻ ഇസഡ് എന്ന് വിളിക്കുകയാണേ. അപ്പൊ ഇതിന്റെ റിയൽ പാർട്ട് ഓഫ് ഇസഡ് വേഗം പറഞ്ഞേ, ഐ ഇല്ലാത്ത ആള് 2. അങ്ങനെയാണെങ്കിൽ ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് വേഗം പറഞ്ഞേ, ഐയുടെ കൂടെ കിടക്കുന്ന ആളാരാ? 3. അടുത്ത കോംപ്ലക്സ് നമ്പർ താണ്ടിതാ. ഇതിന്റെ റിയൽ പാർട്ട് പറ 4, ഇമാജിനറി പാർട്ട് പറ ഐയുടെ കൂടെ കിടക്കുന്ന -1/11. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത കോംപ്ലക്സ് നമ്പർ നോക്കണം. ദാണ്ട അടുത്ത കോംപ്ലക്സ് നമ്പർ എന്തുവാ? -2. അപ്പൊ -2നെ ഐയിൽ നിന്ന് കണ്ട് വിഷമിക്കേണ്ട, 0i എന്ന് എഴുതാടാ. അപ്പൊ -2ന്റെ റിയൽ പാർട്ട് എന്തുവാ? -2 തന്നെ, ഐ ഇല്ലാത്ത ആള്. ഇമാജിനറി പാർട്ട് എന്തുവാ? ഐയുടെ കൂടെ കിടക്കുന്നത് 0. ക്ലിയർ ആണല്ലോ? അപ്പം കോംപ്ലക്സ് നമ്പർ A+IB, A is called real part and B is called imaginary part. നൊട്ടേഷൻ ആലോചിക്കാം. ഓക്കെ, ഇനി നോക്കാം. നമ്മൾ ഓരോരോ കണ്ടീഷൻസ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ കോംപ്ലക്സ് നമ്പറിനെ പഠിക്കാൻ പോവാം. അടുത്ത് നോക്കിക്കേ, ഏതെങ്കിലും 2 കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ റിയൽ പാർട്ടും ഈക്വൽ ആയിരിക്കും. ആരും ഈക്വൽ ആയിരിക്കും? ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കും. നോക്കിക്കേ, A+IBയും C+ID 2 കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ റിയൽ പാർട്ട് A, ഇതിന്റെ റിയൽ പാർട്ട് എന്തായിരിക്കും? സി. അപ്പൊ എയും സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിന്റെ ഇമാജിനറി പാർട്ട് ബി, ഇതിന്റെ ഇമാജിനറി പാർട്ട് ഡി. അപ്പം ബിയും ഡിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഏത് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആയാലും റിയലും ഇമാജിനറിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്കിക്കേ, 4x + i × 3x - y-യും 3 + i × -6ഉം ഈക്വൽ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും റിയൽ നമ്പർ ആണ്. എക്സിനെയും വൈയുടെയും വില നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണേ. എന്തോ ചെയ്യണം? റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇതിന്റെ റിയൽ പാർട്ട് എന്തോ? ഐ ഇല്ലാത്ത ആരാ? 4x. അതിന്റെ റിയൽ പാർട്ട് എത്രയാ? 3. അപ്പൊ 4x = 3 എന്ന് കിട്ടി. ഇതിന് ഇമാജിനറി പാർട്ട് എന്തുവാ? 3x - y. അതിന് ഇമാജിനറി പാർട്ട് എന്തുവാ? -6. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുവാണേ. നമുക്ക് ഇവിടെ നിന്ന് എക്സിന്റെ വില കിട്ടും. 4 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക, ഇപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും, 3/4 എന്ന് കിട്ടും. y കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇക്വേഷനിൽ എക്സിന്റെ വില കൊണ്ട് കൊടുത്തേ 3 × എക്സിന് പകരം എത്ര കൊടുക്കാം? 3/4 - y = -6. 3 × 3/4 എന്ന് പറയുമ്പോൾ 9/4 - y = എത്ര കിട്ടും? -6. നമുക്ക് വൈയുടെ വിലയിൽ എടാ വേണ്ടേ? -yനെ നമ്മൾ അപ്പുറത്തോട്ട് എടുക്കുമ്പോൾ y ആകും. ഇവിടെ ഓൾറെഡി 9/4 ഉണ്ട്. -6 ഇപ്പുറത്ത് വരുമ്പോൾ +6 ആവും. അപ്പൊ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. എന്ത് വരും? 9 + 6 4s are 24 അല്ലയോ? അപ്പൊ 24 + 9 / 4. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 33/4. അപ്പൊ നമുക്ക് വൈയുടെ വാല്യൂ എത്ര കിട്ടി? 33/4 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പം 2 കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ നമുക്ക് റിയൽ പാർട്ടും ഇക്വേറ്റ് ചെയ്യാം. എന്തും ഇക്വേറ്റ് ചെയ്യാം? ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, മറന്നു പോകരുത്. ഇനി നോക്കാം, നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ, ഇനി അടുത്ത് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. 2 കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആകുന്ന കണ്ടീഷൻ പറഞ്ഞു. ഇനി കോംപ്ലക്സ് നമ്പറിന്റെ കുറെ ഓപ്പറേഷൻസ് പറയാൻ പോവാം. ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തുടങ്ങുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാ? അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. ഇതെല്ലാം നമ്മൾ കോംപ്ലക്സ് നമ്പറിൽ പറയാൻ പോവാം. ആദ്യം നമുക്ക് 2 കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ ആഡ് ചെയ്യണം നോക്കാം. ആഡ് ചെയ്യാൻ ഒരുപാടും ഇല്ല. നോക്കിക്കേ, A+IB, C+ID 2 കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ ഇതിനെങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ആഡ് ചെയ്യുന്നത്? റിയൽ പാർട്ട് ആഡ് ചെയ്യുക പ്ലസ് ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുക. റിയൽ പാർട്ട് ആഡ് ചെയ്യുക, പിന്നെ എന്താ ആഡ് ചെയ്യുക? ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുക. നമ്മുടെ റിയൽ പാർട്ട് ആരാ? എയും സിയും കൂടെ ആഡ് ചെയ്തു, A+C പ്ലസ് ഇമാജിനറി പാർട്ട് IB + ID. അപ്പൊ ഐനെ കോമൺ എടുത്തിട്ടാണ് ഇവിടെ എന്തെന്ന് എഴുതി വെച്ചിരിക്കുന്നത്? B+D. സമ്മെന്ന് നമ്മൾ സമ്മ് കണ്ടുപിടിച്ചു. സമ്മെന്ന് പറയുന്നത് എഗെയിൻ എന്ത് തന്നെയാ? ഈ നമ്മൾ 2 കോംപ്ലക്സ് നമ്പർ കൂട്ടിയാൽ കിട്ടുന്നതും എന്ത് തന്നെയാടാ? കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. 2 കോംപ്ലക്സ് നമ്പറെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാം. നോക്കിക്കേ, Z1 = 2 + I3, Z2 = -6 + I5. ആഡ് ചെയ്യുവാണേ, Z1 + Z2. നോക്ക്, ആദ്യം റിയൽ പാർട്ട് ആഡ് ചെയ്യുക, 2 - 6 പ്ലസ് I × ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുക. ഇവിടെ ഐയുടെ കോഎഫിഷ്യന്റ്
3. ഇവിടെ ഐയുടെ കോയഫിഷ്യന്റ് എന്നല്ല, ആക്ച്വലി ഐയുടെ കൂടെ കിടക്കുന്നതിനാണ് നമ്മൾ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. 5. അപ്പൊ എന്ത് കിട്ടി? 2 മൈനസ് 6 മൈനസ് 4 ആണ്. 5 3 എത്രയാടാ? 8. അപ്പം -4 പ്ലസ് 8i. 8i എന്ന് പറഞ്ഞാലും i ഇൻറ്റു 8 എന്ന് എഴുതിയാലും സെയിം സാധനം തന്നെയാണ് കേട്ടോ. അപ്പൊ കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ. വേറൊരു എക്സാമ്പിൾ ഇവിടെ ചെയ്യണം നമ്മള്. വേണ്ടേ 2 പ്ലസ് i പ്ലസ് 3 മൈനസ് 2i. ഒന്ന് ആഡ് ചെയ്തേ, വളരെ എളുപ്പം ആഡ് ചെയ്യാമല്ലോ. റിയൽ പാർട്ട് ആഡ് ചെയ്തേ, 3 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5. ഇനി ഐയും മൈനസ് 2iയുടെ ചെയ്തേ, i മൈനസ് 2i. അങ്ങനെ ആലോചിച്ചാൽ മതി. 1 മൈനസ് 2 എത്ര? -1. അപ്പം മൈനസ് i. ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ഇനിയും നമ്മുടെ അഡീഷൻ ഓഫ് കോംപ്ലക്സ് നമ്പറിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ക്ലോഷർ ലോ. അപ്പോൾ 2 കോംപ്ലക്സ് നമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 എണ്ണം ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടും എന്ത് തന്നെയായിരിക്കും? കോംപ്ലക്സ് നമ്പർ തന്നെ ആയിരിക്കും. ആ ലോവിനെ വിളിക്കുന്ന പേരാണ് ക്ലോഷർ ലോ. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ നമ്മൾ നേരത്തെ 2 കോംപ്ലക്സ് നമ്പറിന് എക്സാമ്പിൾ ചെയ്തു, ആഡ് ചെയ്തു, കിട്ടിയ റിസൾട്ടും എന്ത് തന്നെയാ? കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. അപ്പൊ അതിനെ വിളിക്കുന്ന പേര് ആ ഒരു ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അഡീഷനിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ ക്ലോഷർ ലോ എന്ന് വിളിക്കും. അടുത്തതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നതിനാണ് സത്യത്തെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. അതായത് 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 3. 2 ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 3. അതേ സാധനം കോംപ്ലക്സ് നമ്പറിലും വർക്ക് ആവത്തില്ലയോ? ഞാനൊരു കോംപ്ലക്സ് നമ്പർ Z1 പ്ലസ് Z2 കൂട്ടിയാലും തിരിച്ച് Z2 പ്ലസ് Z1 കൂട്ടിയാലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ലോയിനെ വിളിക്കുന്ന പേരാണ് എന്ത് ലോ? കമ്മ്യൂട്ടേറ്റീവ് ലോ. കേട്ടോ? ഓക്കെ, അടുത്തതാണ് അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ പറയണമെങ്കിൽ 3 എണ്ണം എടുക്കട്ടെ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നമ്പേഴ്സ് എടുക്കാം. നമ്മുടെ 1 2 3. ആദ്യം ഞാൻ 1ഉം 2ഉം കൂടെ കൂട്ടും. 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 3. 3ഉം 3ഉം എത്രയാ? 6. കിട്ടിയേ? അടുത്ത ഞാൻ നോക്കിക്കേ, 1 പ്ലസ് 2 പ്ലസ് 3-നകത്ത് ഈ 2ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര? 5. 5 1 എത്രയാ? 6. രണ്ടും സെയിം സാധനം തന്നെ കിട്ടിയോ? കിട്ടി. അപ്പം നമ്മൾ ആഡ് ചെയ്യുമ്പം ഓർഡർ നോക്കുക. Z1ഉം Z2 കൂടെ കൂട്ടി Z3 കൂട്ടുന്നത് തന്നെയാണ് Z1ന്റെ കൂടെ Z2 Z3 കൂട്ടുന്നത്. നമ്മൾ നമ്പേഴ്സിൽ പറയുന്ന അതേ കേസ് തന്നെ കോംപ്ലക്സ് നമ്പറിന് വാലിഡ് ആണ്. അതുകൊണ്ട് ആ ലോയിനെ വിളിക്കുന്ന പേര് അസോസിയേറ്റീവ് ലോ അല്ലെങ്കിൽ അസോസിയേറ്റിവിറ്റി എന്ന് വേണമെങ്കിലും പറയാം. കേട്ടോ? അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് അഡിറ്റീവ് ഐഡന്റിറ്റി. മക്കളെ, ഐഡന്റിറ്റി എന്തിൻ്റെയും അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ ഞാനൊരു നമ്പർ എടുത്തു 5. 5ന്റെ കൂടെ എന്ത് കൂട്ടും? 5 കിട്ടും. ആലോചിച്ച് നോക്ക്, എന്ത് കൂട്ടും? 5 കിട്ടും? 0. ഈ നമ്പറിനെ വിളിക്കുന്ന പേരാണ് അഡിറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ, അപ്പം കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ കോംപ്ലക്സ് നമ്പറിന്റെ കൂടെ എന്ത് കൂട്ടുമ്പം അത് തന്നെ കിട്ടും. നിങ്ങൾ ഈ പറഞ്ഞ 0 തന്നെ. ഇനി അത് കോംപ്ലക്സ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ നൊട്ടേറ്റ് ചെയ്യുന്നു? 0നെ 0 പ്ലസ് i ഇൻറ്റു 0. ആക്ച്വലി ഇറ്റ് 0, ബട്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? 0 പ്ലസ് i ഇൻറ്റു 0. അതിനെയാണ് നമ്മൾ അഡിറ്റീവ് ഐഡന്റിറ്റി. അപ്പോൾ ഏത് നമ്പറിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ത് തന്നെയാ? 0 തന്നെയാ. കോംപ്ലക്സ് നമ്പറിന് എന്ത് തന്നെയാ? 0. അതൊരു കോംപ്ലക്സ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ എഴുതുന്നു? 0 പ്ലസ് 0i എന്ന് എഴുതുന്നു. ക്ലിയർ ആണല്ലോ? അടുത്താണ് അഡിറ്റീവ് ഇൻവേഴ്സ്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു ഞാൻ 5ന്റെ കൂടെ എന്ത് കൂട്ടുമ്പോൾ 5 കിട്ടി? 0. അടുത്ത് ഞാൻ പറയുമ്പോൾ ഇൻവേഴ്സ് വേണമെങ്കിൽ 5ന്റെ കൂടെ എന്ത് കൂട്ടുമ്പോഴാണോ ഐഡന്റിറ്റി കിട്ടുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ഇൻവേഴ്സ്. 5ന്റെ കൂടെ എന്ത് കൂട്ടുമ്പോൾ 0 കിട്ടും? -5 കൂട്ടുമ്പോഴല്ലയോ? ആണോ? 2ന്റെ കൂടെ എന്ത് കൂട്ടുമ്പോൾ 0 കിട്ടും? -2. 3ന്റെ കൂടെ എന്ത് കൂട്ടുമ്പോൾ 0 കിട്ടും? -3. അപ്പോൾ ഏത് നമ്പറിന്റെയും അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ നമ്പറിന് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സ് നമ്പറിന് മാറ്റം എന്തെങ്കിലും ഉണ്ടോ? Z ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -Z എന്ന് പറഞ്ഞാൽ -A - IB. അതാണ് അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് 2 പ്ലസ് ഐയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തുമായിരിക്കും? ഇതിന്റെ നെഗറ്റീവ് ഇടാം, -2 - i. അങ്ങനെയാണെങ്കിൽ -3 പ്ലസ് ഐയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? -3 എത്ര വരും? 3 പ്ലസ് i ആവുമ്പോൾ മൈനസ്. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കണം. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അങ്ങനെയുള്ള നമ്പറിനെ വിളിക്കുന്ന പേരാണ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കോംപ്ലക്സ് നമ്പർ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നാ? നിങ്ങൾ എങ്ങനെയാണ് കൂട്ടിയത്? റിയൽ പാർട്ട് കൂട്ടി ഇമാജിനറി പാർട്ട് കൂട്ടി. അപ്പോൾ കുറയ്ക്കുന്നത് എങ്ങനെയായിരിക്കും? റിയൽ പാർട്ട് തമ്മിൽ കുറയ്ക്കുക, ഇമാജിനറി പാർട്ട് തമ്മിൽ കുറയ്ക്കുക. സെയിം റിസൾട്ട് തന്നെയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ എഴുതാം. ഇതാണ്ടേ, ഇത് തമ്മിൽ നമ്മൾ കുറയ്ക്കാൻ പോവാം. കുറയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്ത് കുറയ്ക്കുന്നതായിരിക്കും വൃത്തി. 6 പ്ലസ് 3i. നെഗറ്റീവ് അകത്തോട്ട് വരുമ്പോൾ -2 മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ എത്ര ആവും? +i. ഇനി നിങ്ങൾ നോക്കിക്കേ, 6ൽ നിന്ന് 2 പോയാൽ എത്രയാ? 4. 3 ഐയും 1 ഐ കൂടെ കൂട്ടുക. അപ്പോൾ 3 ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്ര വരുവാടാ? +4i. കണ്ടോ? ഇത്രയേ ഉള്ളൂ സബ്ട്രാക്ഷൻ. സെയിം ലൈക്ക് അഡീഷൻ. അഡീഷനിൽ തന്നെ Z1 മൈനസ് Z2 മീൻസ് Z1 പ്ലസ് മൈനസ് Z2 എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ നമ്പേഴ്സിനെ നോർമലി നിങ്ങൾ എന്ത് ചെയ്യുക? റിയൽ പാർട്ട് ഓപ്പറേറ്റ് ചെയ്യുക, ഇമാജിനറി പാർട്ട് ഓപ്പറേറ്റ് ചെയ്യുക. അത് തന്നെയാണ് അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് നോക്കിക്കോളാം. നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറയാൻ പോവാം.
ഓക്കെ, അപ്പം നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാമെങ്കിൽ അങ്ങനെ മതി. ഇത് കാണാതൊന്നും പഠിക്കേണ്ട. എ പ്ലസ് ഐ ബിയും സി പ്ലസ് ഐ ഡി ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എ സി മൈനസ് ബി ഡി പ്ലസ് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പറഞ്ഞു തരട്ടെ, ഇത് തന്നെ വെച്ച് പറഞ്ഞു തരട്ടെ. നോക്കിക്കേ, എ പ്ലസ് ഐ ബി ഇൻറ്റു സി പ്ലസ് ഐ ഡി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുവാണേ. അപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം എ ഇൻറ്റു സി എന്തുവാ, എ സി. അടുത്ത എ ഇൻറ്റു ഐ ഡി, അപ്പം എന്ത് വരുവാടാ, എ ഡി ഐ. ഐ പിന്നെ എഴുതിയെന്നേ ഉള്ളൂ. അടുത്ത ഐ ബി ഇൻറ്റു സി എത്ര വരും, പ്ലസ് ഐ ബി സി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം ഓരോ ടേമുകളായിട്ട് കേട്ടോ. അടുത്ത ഐ ബി ഇൻറ്റു ഐ ഡി, അപ്പം എന്ത് വരും, ഐ സ്ക്വയർ ബി ഡി. ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, എ സി ഐ സ്ക്വയർ. ഐയുടെ വില എന്താ, ഐ എന്തായിരുന്നു, റൂട്ട് -1. അപ്പോൾ ഐ സ്ക്വയർ എന്തുവാ, റൂട്ട് മാറ്റും എന്ത് വരും, -1 വരും. ഐ സ്ക്വയറിന്റെ വില എന്തുവാ, -1. അങ്ങനെയാണെങ്കിൽ എ സി എന്ത് വരും എന്ന് പറഞ്ഞേ, ഈ വാല്യൂ എന്ത് വരും ഇടാ, മൈനസ് വരും. അപ്പോൾ എ സി മൈനസ് ബി ഡി ഞാൻ ഒരുമിച്ച് എഴുതി. അടുത്ത ഈ രണ്ട് ടേമിലും ഐ ഉള്ളത് കൊണ്ട് ഐനെ കോമൺ എടുത്താൽ എ ഡി പ്ലസ് ബി സി. ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ. ഒന്നുമില്ല, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുന്ന മൾട്ടിപ്ലിക്കേഷനായി. ഓക്കെ ആണല്ലോ. രണ്ട് നമ്പർ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഇങ്ങോട്ട് നോക്കിയേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുക. 3 ഇൻറ്റു 2 എൻ്റെ കൂടെ തന്നെ ഓപ്പൺ ചെയ്ത് എഴുതുക, 6. അടുത്ത് 3 ഇൻറ്റു ഐ 6. അപ്പം 3 ഇൻറ്റു 6 എത്രയാ, 6 3s are 18. പിന്നെ ഒരു ഐ കൊടുക്കുക. ഇനി ഐ 5 ഇൻറ്റു 2, അപ്പോൾ 5 ഇൻറ്റു 2 എത്രയാ, 10i. ക്ലിയർ ആണോ? ഇനി ഐ 5 ഇൻറ്റു ഐ 6, അപ്പോൾ ഐ ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ എന്ത് വരും, ഒരു ഐ സ്ക്വയർ വരും. 6 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ എത്ര വരും, 30 വരും. ക്ലിയർ ആണേ? ഇനി നോക്കിക്കേ, 6 പ്ലസ് 18i പ്ലസ് 10i. ഐ സ്ക്വയറിന്റെ വില -1 ആണ്. പ്ലസ് മൈനസ് എന്ന് പറയുമ്പോൾ മൈനസ് എത്രയായി, 30. ഇനി റിയൽ പാർട്ട് തമ്മിൽ കുറയ്ക്കുക, ഇമാജിനറി തമ്മിൽ കൂട്ടുക. നോക്കിയേ, 6 30 പോയാൽ എത്രയാടാ, -24. 18iയും 10iയും കൂടെ കൂട്ടുമ്പോൾ എത്രയായി, 28i. അപ്പം മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ട് കിട്ടിയോ, -24 പ്ലസ് 28i. നിങ്ങൾ അതൊന്നും നോക്കണ്ട, ജസ്റ്റ് 2 കോംപ്ലക്സ് നമ്പർ കിട്ടുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നോക്കിക്കേ, മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ അഡീഷന് പറഞ്ഞ അതേ പ്രോപ്പർട്ടീസ് ഒക്കെ മൾട്ടിപ്ലിക്കേഷനിലും പറയണം. അപ്പം നോക്കിക്കേ, ക്ലോഷർ പ്രോപ്പർട്ടി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും 2 കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കുമോ? ആണോ? ആണല്ലോ. ഇപ്പം നമ്മൾ 2 കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പം കിട്ടിയത് എന്ത് തന്നെയാടാ, കോംപ്ലക്സ് നമ്പർ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പം ക്ലോഷർ ലോ സാറ്റിസ്ഫൈഡ് ആണ്. അടുത്തതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. ഒന്ന് ആലോചിച്ചേ, ഇപ്പം ഞാൻ ഏതെങ്കിലും 2 കോംപ്ലക്സ് നമ്പർ, 2ഉം 5ഉം ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. 2 ഇൻറ്റു 5 ചെയ്താലും 5 ഇൻറ്റു 2 ചെയ്താലും സെയിം റിസൾട്ട് അല്ലയോ, അല്ലേ? അതുപോലെ നിങ്ങൾ ഏത് കോംപ്ലക്സ് നമ്പർ വേണമെങ്കിലും എടുത്തോ, Z1 ഇൻറ്റു Z2 ചെയ്താലും Z2 ഇൻറ്റു Z1 ചെയ്താലും സെയിം റിസൾട്ടാണ്. ഈ ലോയിനെ വിളിക്കുന്ന പേര് കമ്മ്യൂട്ടേറ്റീവ് ലോ, അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, ഇനി അസോസിയേറ്റീവ് ലോ എന്തുവായിരുന്നു, ഓർത്ത് നോക്കിയേ. നമ്മൾ അഡീഷനിൽ പറയുവാണെങ്കിൽ 3 ആഡ് ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേഷനിൽ പറയുവാണെങ്കിൽ 3 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 5 ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്തേ, 2 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10. 10 ഇൻറ്റു 3 എത്രയാ, 30. ഇനി ഞാൻ അടുത്ത 5 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15. 2 ഇൻറ്റു 15 അതും എത്ര തന്നെ, 30. അതായത് ആദ്യത്തെ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് മൂന്നാമത്തേതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സെയിം റിസൾട്ട് ആയിരിക്കും ആദ്യത്തിൻ്റെ കൂടെ രണ്ടാമത്തെ 2 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം ഈ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. നമ്മൾ അഡിറ്റീവ് ഐഡന്റിറ്റി എന്തുവരെന്ന് പറഞ്ഞെന്ന് ഓർത്ത് നോക്കിയേ. 2ന്റെ കൂടെ എന്ത് കൂട്ടുമ്പോൾ 2 കിട്ടും, 0. അപ്പോൾ 0നെ ഐഡന്റിറ്റി എന്ന് വിളിക്കും. അപ്പം മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്തായിരിക്കും ഇവിടെ, ഈ കൂട്ടൽ മാറ്റി നമ്മൾ എന്താക്കും, മൾട്ടിപ്ലിക്കേഷൻ ആക്കും. 2ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടും, എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടും, 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴിലൂടെ 2 കിട്ടുന്നത്. അപ്പോൾ ഏത് നമ്പറിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ സെയിം നമ്പർ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 2ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2 തന്നെ കിട്ടുന്നത്, 1. അപ്പോൾ ഏത് കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെയും 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ അത് തന്നെ കിട്ടുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നേ ഉള്ളൂ, 1 പ്ലസ് കോംപ്ലക്സ് നമ്പറിൻ്റെ A+IB ഫോം എന്ന് പറയുമ്പോൾ 1 പ്ലസ് എങ്ങനെ ആക്കിയാൽ മതി, 0i എന്ന് മാറ്റിയാൽ മതി. ക്ലിയർ ആണോ? അപ്പോൾ ഏത് കോംപ്ലക്സ് നമ്പർ എടുത്താലും അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തുമായിരിക്കും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്? 3ന്റെ കൂടെ എന്ത് ഗുണിക്കുമ്പം ഐഡന്റിറ്റി കിട്ടണം. ഞാൻ ഇപ്പം പറഞ്ഞു ഗുണിക്കുമ്പം ഐഡന്റിറ്റി എന്തുമായിരുന്നു, 1. അപ്പോൾ ആലോചിച്ചേ, ഞാനൊരു നമ്പർ പറഞ്ഞു 3. 3യുടെ കൂടെ എന്ത് ഗുണിക്കുമ്പോഴായിരിക്കും ഇവിടെ 3 കിട്ടുന്നത്? ആലോചിച്ചേ, 1/3 ഗുണിക്കുമ്പോഴല്ലയോ 3 വെട്ടിപ്പോയിട്ട് 1 കിട്ടുന്നത്. അപ്പോൾ Z ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തുമായിരിക്കും ഇവിടെ, 1/Z ആയിരിക്കും. ശരിയല്ലേ? ആ ഇസഡിനെ 1/Z വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ദാണ്ട് നോക്കിക്കേ, നമുക്ക് എപ്പോഴും എന്തേ കിട്ടത്തുള്ളൂ, 1 കിട്ടത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഏത് നമ്പറിനെയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് നമ്പറിനെയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ 1/Z എടുത്താൽ മതി. ഓക്കെ, ഇനി ഒരു ലോയോട് എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിക്കേ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇപ്പം 2 ഇൻറ്റു
എക്സ് പ്ലസ് വൈനെ നമ്മളിത് അകത്തോട്ട് കയറ്റുമ്പം 2x രണ്ട് പിന്നെ അകത്തോട്ട് കയറ്റുമ്പോൾ 2y. ഇങ്ങനെ ഈ അകത്തോട്ട് ബ്രാക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീനെ നമ്മൾ വിളിക്കുന്ന പേര് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അപ്പം ലോ എന്തിനാ പറയുന്നത് വെച്ചാൽ കോംപ്ലക്സ് നമ്പറിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. Z1 × Z2 + Z3നെ Z1 Z2 + Z1 Z3 എന്ന് എഴുതാം. അല്ലെങ്കിൽ തന്നെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോംപ്ലക്സ് നമ്പറിൽ എഴുതാൻ പറ്റും. ഓർത്തിരിക്കുക. അപ്പോൾ ഈ ലോയിനെ നമ്മൾ പേര് വിളിക്കും. ലോയിനെ എന്ത് പേര് വിളിക്കും? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നോക്കാം രണ്ട് കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. ഡിവിഷന് നമുക്ക് പ്രത്യേകിച്ച് റിസൾട്ടായിട്ടൊന്നും പഠിക്കേണ്ട. മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയാണ് Z × 1/Z2 റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് കൃത്യമായി നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു എക്സാമ്പിൾ എഴുതി വേണം നമ്മളിതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഡിവിഷനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഡിവിഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തിലോട്ട് വരാം, ഡിവിഷനിലോട്ട് വരാം. കേട്ടോ? നോക്കിക്കേ, അടുത്താണ് പവർ ഓഫ് i. ഓക്കെ. കോംപ്ലക്സ് നമ്പറിൻ്റെ ഐയുടെ പവറുകൾ വരുമ്പം എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കിക്കേ, ഐയുടെ വില എത്ര? √-1. i² വരുമ്പോഴോ, ഐൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴോ റൂട്ട് പോവും, -1. ഇനി ഞാൻ ഐയുടെ ക്യൂബിൻ്റെ വില ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എന്ത് പറയായിരിക്കും? i² × i എന്ന് എഴുതി കൂടായോടാ i³ i² -1 × i. അപ്പോൾ ഇതിൻ്റെ വില എത്ര വരും? -i വരും. ശരിയല്ലയോ? ഇനി ഞാൻ i⁴ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിനെ i² സ്ക്വയർ എന്ന് എഴുതി കൂടായ 4നെ 2 × 2 4. i² -1 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും നിങ്ങൾക്ക്? 1 വരും. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് i⁻16 എത്രയാണെന്ന് ചോദിക്കുക. എനിക്ക് വേണമെങ്കിൽ ഇതിനെ i² ⁸ 8 16. i² -1 -1 പവറിൽ ഈവൻ വന്നാൽ എന്താ? പോസിറ്റീവ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് i⁻9 എത്ര? എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? i³ ക്യൂബ് എന്ന് എഴുതി കൂടായോ? 3 × 3 അല്ലേ? i³ എന്തുവാ? -iയുടെ ക്യൂബ്. -iയുടെ ക്യൂബിനെ മൈനസ് പുറത്തുണ്ട്, ഐൻ്റെ സ്ക്വയർ × i എന്ന് എഴുതാം. അപ്പോൾ മൈനസ് പുറത്തുണ്ട്, i² -1 ആണ് × i അല്ലയോ? മൈനസ് പോസിറ്റീവ് ആണ് i. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു റിസൾട്ടും ഐയുടെയും i²നെയും i³ ഒക്കെ വില നമുക്ക് അറിയാമെങ്കിൽ ഏത് പവർ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമുക്കൊരു കണക്ക് വരുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ചെയ്ത് നോക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? അല്ല. അപ്പം നമ്മൾ എന്തോ ചെയ്യുന്നു, നമ്മളിതിന് ഒരു പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസൾട്ടുകൾ പഠിക്കാൻ പോവാം. നോക്കിക്കേ, i⁴k, i⁴k + 1, i⁴k + 2, 4k + 3 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഐയുടെ ഏത് പവർ വന്നാലും ആൻസേഴ്സ് ആയിട്ട് നമുക്ക് ഒന്നെങ്കിൽ 1 വരും, അല്ലെങ്കിൽ i വരും, അല്ലെങ്കിൽ -1 വരും, അല്ലെങ്കിൽ -i വരും. ഈ 4 റിസൾട്ടുകൾ വരത്തുള്ളൂ. നിങ്ങളിപ്പോൾ ഈ ചെയ്ത റിസൾട്ടുകളെല്ലാം നോക്കിയേ. ഞാൻ ഈ ചെയ്തതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് 2 എന്നോ 3 എന്നോ ഒക്കെ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം ഐയുടെ ഏത് പവർ എടുത്താലും ഏതർ ഇറ്റ് ഈസ് 1, i, -1 or -i. ഇനി നോക്കാം, ഐയുടെ പവറിൽ കിടക്കുന്ന ഒരു 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിൻ്റെ വില എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഐൻ്റെ പവറിൽ കിടക്കുന്നത് 4ന്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 1 കൂട്ടുന്ന നമ്പർ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ i ആയിരിക്കും. 4ന്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 2 കൂട്ടുന്നതാണെങ്കിൽ -1 ആയിരിക്കും. 4k ഉദ്ദേശിക്കുന്ന മൾട്ടിപ്പിൾ ഓഫ് 4 +3 ആണെങ്കിൽ -i ആയിരിക്കും. ഓക്കെ. ഇനിയും ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കാണിച്ചു തരട്ടെ. ഓക്കെ, ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് എഴുതാൻ പോവാണ്. i⁻15. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, i⁻15 കണ്ടുപിടിക്കുമ്പം 4ന്റെ മൾട്ടിപ്പിൾ അടുത്ത് ആരുണ്ടെന്ന് ആലോചിക്കുക. 15നേക്കാൾ ചെറുത് ഒരു 4, 4, 2 4 8, 3 4 12, 4 4 16 ആവും അല്ലേ? അപ്പോൾ i⁻12 പ്ലസ് എത്ര എന്ന് എഴുതാം? 3. നോക്കിയേ, ഐൻ്റെ പവറിൽ 4ന്റെ മൾട്ടിപ്പിൾ കഴിഞ്ഞ് 3 ആണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? -i ആയിരിക്കും. ഈ ഓർഡറിൽ ഓർത്തുക, 1 i -1 -i. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? -i ആയിരിക്കും. ക്ലിയർ ആണോ? ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ എഴുതുക. i⁻63. വലിയ നമ്പറാന്ന് വിചാരിക്കേണ്ട. 63ന് താഴെയുള്ള 4ന്റെ മൾട്ടിപ്പിൾ നോക്കുക. അപ്പം നിങ്ങൾ ഈ 63നെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതിയടാ. 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി. 1 4 4 ശിഷ്ടം 2 23 അല്ലയോ? എത്ര വരുവാടാ? 20നകത്ത് 5 20 ശിഷ്ടം എത്ര? 3. ശരിയല്ലോ? അപ്പോൾ 15 4 എത്രയായിരിക്കും? 60 വരുന്നത്. ബാക്കി ശിഷ്ടം 3 അല്ലേ ഉള്ളൂ. അപ്പോൾ 15 4 60 അല്ലയോ? അപ്പം ശിഷ്ടം എത്ര നോക്കിയാലും മതി. നിങ്ങളിവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര? 3. റിമൈൻഡർ 3 വന്നാൽ വില എന്ത് എഴുതുക? -1. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ i⁻60 + 3 എന്ന് എഴുതാം. അല്ലെങ്കിൽ റിമൈൻഡർ 3 വരും. വാല്യൂ എത്രയാ? -i. ക്ലിയർ ആണോ? വേറൊരു എക്സാമ്പിൾ എഴുതട്ടെ. i⁻9. അപ്പോൾ എങ്ങനെ എഴുതും? i⁻8 + 1, 4ന്റെ മൾട്ടിപ്പിൾ +1. അല്ലെങ്കിൽ നിങ്ങൾ ഹരിച്ച് നോക്കുക, റിമൈൻഡർ എന്ത് വരുമോ നോക്കുക. 1 വരുവാണെങ്കിൽ എന്ത് വരുവാണ് ആൻസർ? i എന്ന് വരും. ക്ലിയർ ആണോ? ഇനി ഒരു കുറച്ച് നെഗറ്റീവ് പവറുകൾ നമുക്ക് എഴുതി നോക്കിയാലോ. ഇപ്പോൾ i⁻−39. അപ്പം നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നെഗറ്റീവ് കണ്ടാൽ ഇതിനെ താഴെ ഇട്ടാൽ മതി. 1/i⁻2 എന്തെന്ന് എഴുതാം?
39. നെഗറ്റീവ് പവർ താഴെ വരുമ്പോൾ എന്തായി മാറും? പോസിറ്റീവായി മാറും. ഇനി നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച് എങ്ങനെ എഴുതുന്നതെന്ന്. i⁻39 കണ്ടാൽ നിങ്ങൾ അതിനെ എങ്ങനെ എഴുതും? 4ന്റെ മൾട്ടിപ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4, 16, 39ന്റെ അടുത്തുള്ള 36 + 3 എന്ന് എഴുതാം. അപ്പം 1/+3 എവിടെ കണ്ടാലും എന്തോ എഴുതുവടാ? -i എന്ന് എഴുതും. അപ്പം ഇതിന്റെ വില എന്ത് കിട്ടി നിങ്ങൾക്ക്? 1/-i എന്ന് കിട്ടി. പക്ഷെ അങ്ങനെയാണോ കിട്ടണ്ടേ? അല്ല. അപ്പം അങ്ങനെ കിട്ടിയാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തോ ചെയ്യണം നിങ്ങൾ? 1/-i എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 1/-i എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യണം? ഒരു താഴെ കിടക്കുന്ന ഒരു i മാറ്റാൻ വേണ്ടി താഴെയും മുകളിലും i വെച്ച് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി കേട്ടോ. 1/, എന്നായിരുന്നേ. അപ്പം നോക്കിയേ, ഇനി 1 × i എന്ത് വരും? i. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. i × i എന്തുവാ? i². അപ്പം i/- ഇവിടെ ഓൾറെഡി ഉണ്ട്. i² വില എന്തുവാ? -1. അപ്പം -1. അപ്പം i/-1 എന്ന് പറഞ്ഞാൽ +1 അല്ലേ ഇവിടെ? അപ്പം ഇതിൻ്റെ വില എന്തുവാ? i. അതായത് നിങ്ങൾക്ക് പവർ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനെ താഴെ എഴുതുക. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, 36 + 3 3+ വന്നു കഴിഞ്ഞാൽ എന്ത് കൊടുക്കണം റിസൾട്ട്? -i എന്ന് കൊടുക്കണം. ഇനി ആ -i കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തോ ചെയ്യണം? ഡിനോമിനേറ്റർ. അപ്പം 1/-i എന്ന് കിട്ടിയ. അപ്പോൾ i അങ്ങ് പോകാൻ വേണ്ടിയിട്ട് i വെച്ച് താഴെയും മുകളിലും ഗുണിച്ചാൽ മതി. താഴെയും മുകളിലും. അപ്പോൾ 1 × i ആണ്. i × i² ആണ്. പുറത്തൊരു മൈനസ് ഉണ്ട്. i² വില നിന്ന് മറന്നു പോരുന്നത് -1. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ആൻസർ എത്ര കിട്ടി? i എന്ന് കിട്ടി. അപ്പോൾ ഓർക്കുക, iയുടെ പവറിൽ 4ന്റെ മൾട്ടിപ്പിൾ വന്നാൽ 4ന്റെ മൾട്ടിപ്പിൾ +1 വന്നാൽ i. 4k + 2 വന്നാൽ -1. 4k + 3 വന്നാൽ എന്താ? -i. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കിക്കേ, നമ്മളൊരു കോംപ്ലക്സ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കുക. കോംപ്ലക്സ് നമ്പർ നമ്മൾ പഠിക്കുന്നത് തന്നെ ആക്ച്വലി റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പറിന് ഉള്ള കോൺസെപ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത് തന്നെ. നോക്കിക്കേ, ഇതാ √(-a) എന്ന് പറയുന്നതിനെ നമുക്ക് √ab = √a × √b എന്ന് എഴുതാം. അപ്പോൾ √-a-നെ √a × √-1 എന്ന് എഴുതാം. അപ്പോൾ √a × √-1 എന്ന് പറഞ്ഞാൽ എന്താ? i ആണ്. ഓക്കെ, അതായത് മനസ്സിലായില്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് -3യുടെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2 വിലകൾ കിട്ടും. പ്ലസ് വാല്യൂ വരും, മൈനസ് വാല്യൂ വരും. +or- ഇടുക, നെഗറ്റീവ് മാറ്റി റൂട്ട് എടുക്കുക, മൈനസ്. അതായത് നിങ്ങൾക്ക് ഇത് എഴുതുവാണെങ്കിൽ ഇങ്ങനെ വരും, √3 × -1 എന്ന് വരും. അപ്പോൾ √3 ഇവിടെ ഉണ്ട്. √-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? i. അപ്പോൾ √-4 എടുക്കുമ്പം √4 × √-1 കണ്ടോ? അപ്പോൾ √4 2ആണ് i. സ്ക്വയർ റൂട്ടിന് 2 വിലകളുണ്ട്. അപ്പോൾ പ്ലസ് വാല്യൂ എടുക്കണം, മൈനസ് വാല്യൂ എടുക്കണം. ഇപ്പോൾ √-16. അപ്പോൾ 16 റൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, +or-4. മൈനസ് കണ്ടാൽ എന്ത് കൊടുക്കുക? i. അങ്ങനെ ആലോചിച്ചാൽ മതി. അടുത്തത് √-2 എങ്ങനെ എഴുതും? √2 നമുക്ക് അറിയത്തില്ല. അപ്പോൾ √2 ഇടുക, +or-. നെഗറ്റീവ് കണ്ടാൽ എന്ത് കൊടുക്കുക? i. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കാൻ ക്ലിയർ ആണല്ലോ. ഏത് കോംപ്ലക്സ് നമ്പർ വന്നാലും സ്ക്വയർ റൂട്ട് എടുക്കുക. അടുത്തൊരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസിനെ നമുക്ക് എങ്ങനെ നൊട്ടേറ്റ് ചെയ്യാം? മോഡുലസ് മീൻസ് ഇത്രയേ ഉള്ളൂ, ഏതൊരു കോംപ്ലക്സ് നമ്പർ, ഇപ്പോൾ നമുക്ക് x + iy എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതാണ്ടേ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ആ x, y എന്ന് പറയുന്ന കോർഡിനേറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും കേട്ടോ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. എന്നിട്ട് ഇത് ഒറിജിനാണ്, ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഈ വരയുണ്ടല്ലോ, ഈ അകലം, ഈ പോയിന്റും നമ്മുടെ ഒറിജിനും തമ്മിൽ വരയ്ക്കുന്ന ഈ വര, ഈ ലൈൻ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ സത്യത്തിൽ ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മോഡുലസ്. അപ്പം നോക്കിക്കേ, ഇത് തമ്മിലുള്ള അകലം, ഇതിന്റെ കോർഡിനേറ്റ് 0, 0 ആണെങ്കിൽ ഇത് തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. എന്തുവാ? x - 0 the whole square plus y - 0 the whole square. അത് തന്നെയാണ് ഈ റൂട്ട് ഓഫ് എന്ത്? x² + y². അപ്പം മോഡുലസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസിനെ മോഡുലസ് ഡിനോട്ടേറ്റ് ചെയ്യാം. മോഡുലസ് = √(x² + y². ക്ലിയർ ആണല്ലോ. ഇതാണ് മോഡുലസ് ഓഫ് z. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, നമ്മൾ കുറേ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എടുത്ത് നോക്കാം. മോഡ് 3 + iന്റെ മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √3² + 1² എന്ന് കിട്ടും. അതായത് റിയൽ പാർട്ടിന്റെ സ്ക്വയർ ചെയ്യുക പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ ചെയ്യുക. അപ്പം എത്ര വരും? 9 + 1 √10. വേറെ എക്സാമ്പിൾ എഴുതാം. 2a + 3i. എങ്ങനെയാ മോഡുലസ് എടുക്കുന്നത്? √2ന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് 3ന്റെ സ്ക്വയർ. അപ്പോൾ √4 + 9 ഇല്ലയോ? അപ്പോൾ എത്ര വരും? √13. ശരിയാണോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതാം. 2 - i. എങ്ങനെയാണ് എടുക്കുന്നത്? √2ന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് -1. അപ്പം -1ന്റെ സ്ക്വയർ. അപ്പോൾ അതെടുക്കുമ്പോൾ ഉറപ്പായിട്ട് നെഗറ്റീവിന്റെ സ്ക്വയർ എന്തായി മാറും? പോസിറ്റീവായി മാറും. അപ്പോൾ √4 + 1. അപ്പോൾ എത്ര വരും? √5. അപ്പോൾ മോഡുലസ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് മനസ്സിലായി. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോൺജുഗേറ്റ്. ഏത് കോംപ്ലക്സ് നമ്പറിന്റെയും കോൺജുഗേറ്റിനെ നൊട്ടേറ്റ് ചെയ്യുക ഇതാണ്ട് Z എന്നാണ് കേട്ടോ. നൊട്ടേറ്റ് ചെയ്യുക എങ്ങനെയാണ്? Z കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റിനെ നമുക്ക് Z കോൺജുഗേറ്റ് അല്ലെങ്കിൽ Z എന്ന് നൊട്ടേറ്റ് ചെയ്യാം. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? a - ib. അതായത് കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ടിന്റെ ചിഹ്നം മാറ്റുന്നതിനെയാണ് കോൺജുഗേറ്റ് എന്ന് പറയാം.
ഞാൻ -2 പ്ലസ് ഐയുടെ കോഞ്ചുഗേറ്റ് എഴുതാൻ പറഞ്ഞാൽ -2 നിങ്ങൾ ഇമാജിനറി പാർട്ടിന്റെ ചിഹ്നം മാറ്റുക. ഇവിടെ +i ആണെങ്കിൽ എന്ത് കൊടുക്കുക? -i കൊടുക്കുക. അപ്പോൾ ഏത് കോംപ്ലക്സ് നമ്പർ എടുത്താലും റിയൽ പാർട്ട് അതുപോലെ എഴുതുക, ഇമാജിനറി പാർട്ടിന്റെ ചിഹ്നം മാറ്റുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കോഞ്ചുഗേറ്റ് എന്ന് വിളിക്കുക. കോഞ്ചുഗേറ്റിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് ഇസഡ് എഴുതി മണ്ടയ്ക്ക് എന്ത് കൊടുക്കും? ബാർ, ഇസഡ് ബാർ എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? നോക്കിയേ, 3 + iയുടെ കോഞ്ചുഗേറ്റ് എന്തുവാ? 3 - i. -2 + 5യുടെ കോഞ്ചുഗേറ്റ് എന്തുവാ? -2. ഇവിടുത്തെ ഇമാജിനറി പാർട്ടിന് ചിഹ്നം കൊടുക്കുക. -i + 2 ഇതിന്റെ കോഞ്ചുഗേറ്റ് എന്തുവാ? ഇങ്ങനെ ചോദിച്ചാൽ ഇമാജിനറി പാർട്ട് ഏതാ? മൈനസ്, അതെന്താക്കുക? +i. അപ്പം +i + 2. +i എന്ന് എഴുതേണ്ട കാര്യമില്ല, ജസ്റ്റ് i + 2 എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആണോ? അപ്പം ഇമാജിനറി പാർട്ടിനെ ചിഹ്നം മാറ്റുന്നതിനെയാണ് എന്ത് വിളിക്കുക? കോഞ്ചുഗേറ്റ് എന്ന് വിളിക്കുക. കോഞ്ചുഗേറ്റിനും കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. നമ്മൾ കോഞ്ചുഗേറ്റ് എടുക്കുകയാണെങ്കിൽ നോക്കിയേ, ഇതൊക്കെ ഓർക്കുക. മൈനസ് മോഡ് Z1 Z2നെ നമുക്ക് എങ്ങനെ എഴുതാം? കോഞ്ചുഗേറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. മോഡ് Z1 × മോഡ് Z2 എന്ന് എഴുതാം. ഇനി മോഡുലസ് ഓഫ് Z1, അതായത് രണ്ട് കോംപ്ലക്സ് നമ്പർ 2 + 3i 4 - 2i, ഇതിന്റെ കോഞ്ചുഗേറ്റ് എടുക്കാൻ മുകളത്തേന്റെ കോഞ്ചുഗേറ്റ് ബൈ താഴത്തതിന്റെ കോഞ്ചുഗേറ്റ് ആണ് ഡിവൈഡ് ചെയ്യുന്നതിന്റെ കോഞ്ചുഗേറ്റ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും അത് തന്നെ, രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കോഞ്ചുഗേറ്റ് എടുത്താലും കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം റിസൾട്ടാണ്. കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഹരിക്കുമ്പോഴും ഒക്കെ കേട്ടോ. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോഴും ഒക്കെ ഒരേ റിസൾട്ട് തന്നെയാണ്. അപ്പോൾ റിസൾട്ട്സ് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ കോഞ്ചുഗേറ്റ് എടുക്കുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പർ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രണ്ട് കോംപ്ലക്സ് നമ്പർ Z1 Z2 എടുത്താലും അതിന്റെ കോഷ്യന്റിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഡിവിഷൻ Z1 / Z2 എന്ന് നൊട്ടേറ്റ് ചെയ്യാം. അത് എഴുതുക Z1 × 1/Z2. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇങ്ങോട്ട് നോക്കുക, ഇത് രണ്ടും ഞാൻ ഡിവൈഡ് ചെയ്യണം. അപ്പം നിങ്ങൾ നോക്കിക്കേ, 6 + 3iനെ എനിക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 2 - i വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്ക് എപ്പോഴും ഡിവൈഡ് ഒക്കെ ചെയ്യുമ്പം, മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്കതിനെ a + ib ഫോമിലോട്ട് എഴുതാൻ നമ്മൾ പറ്റണം കേട്ടോ. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ മാറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താഴെ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോഞ്ചുഗേറ്റ്, ഇപ്പം ഞാൻ കോഞ്ചുഗേറ്റ് പറഞ്ഞല്ലോ, കോഞ്ചുഗേറ്റ് വെച്ച് താഴെയും മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. 2 - iയുടെ കോഞ്ചുഗേറ്റ് എന്തുവാ? 2 + i. അതുകൊണ്ട് താഴെയും മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, കണ്ടോ? ഇനി നോക്കിക്കേ, താഴെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇതിപ്പം a - b × a + b എന്ന് പറയുന്ന ഐഡന്റിറ്റി ഇല്ലയോ? a - b × a + b. എന്തോ a - b × a + b? a² - b². അങ്ങനെയാണെങ്കിൽ ഇതിനെ എടുക്കുമ്പോൾ എന്ത് വരുവാടാ? 2² മൈനസ്, ഇവിടെ b എന്ന് പറഞ്ഞാൽ രണ്ടാമത് കിടക്കുന്ന ടേം, അതെന്തുവാ? i ആണ്. അപ്പൊ 2² - i². ക്ലിയർ ആണോ? ഇനി ന്യൂമറേറ്റർ എന്തോ ചെയ്യുന്നേ? ന്യൂമറേറ്റർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതിക്കേ. 6 × 2 എത്രയാ? 12. 6 × i എന്തുവാ? 6i. അടുത്ത 3i × 2 എത്രയായി? 6i. അടുത്ത 3i × 1 എത്രയാ? 3i × 1 അല്ല, സോറി, 3i × i. 3i × i എത്രയാടാ? 3i². ക്ലിയർ ആണോ? മൾട്ടിപ്ലൈ ചെയ്ത 6 × 2 മൾട്ടിപ്ലൈ ചെയ്യുക, 6 × i, 3i × 2, 3i × i. ഇനി നോക്കിക്കേ, മോളിൽ കിടക്കുന്ന റിസൾട്ട് 12. 6iയും 6iയുടെ കൂട്ടുമ്പോൾ എത്ര i ആയി? 12i ആയി. ക്ലിയർ ആണേ? i² വില എന്താ? -1. അപ്പോൾ +3 × -1 എന്ന് പറഞ്ഞാൽ എത്ര ആവും? -3 ഡിവൈഡഡ് ബൈ 2ന്റെ സ്ക്വയർ 4. i² എന്തുവാ? -1. മൈനസ് എന്താവും? പ്ലസ് ആവും. അപ്പോൾ എപ്പോഴും ഈ കോഞ്ചുഗേറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം a² - b² റിസൾട്ടിന് പകരം a² + ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ ആയിരിക്കും എപ്പോഴും കിട്ടുക കേട്ടോ, ഓർത്തോണേ. അപ്പോൾ ഇനി 12ൽ നിന്ന് നിങ്ങൾ എത്ര കുറയ്ക്കുക? 3 കുറയ്ക്കുക. എത്ര 12ൽ നിന്ന് 3 കുറച്ചാൽ 9 അല്ലയോ? അടുത്ത +12i ഡിവൈഡഡ് ബൈ 4 1 എത്രയാ? 5. ഇനി നിങ്ങൾ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. നമ്മൾ a + ib ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ രണ്ട് ടീമിനും കൊടുക്കാം. 9 + 5 + 12/5i. ക്ലിയർ ആണോ? അപ്പം ഈ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് എങ്ങനെ നൊട്ടേറ്റ് ചെയ്തു? ഡിവൈഡ് ചെയ്തത് ക്ലിയർ ആണോ? അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പർ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് വെച്ച് കോംപ്ലക്സ് നമ്പറിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്റർ എപ്പോഴും കിടക്കുന്നത് a + b × a - b ഫോമിലായിരിക്കും. സത്യത്തിൽ നമ്മൾ ഐയുടെ സ്ക്വയർ എടുക്കുമ്പം എപ്പോഴായാലും നമ്മൾ കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ ഈ നടുക്ക് പ്ലസ് തന്നെ ആയിരിക്കും വരിക കേട്ടോ. ഇനിയും എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം ഈ പറഞ്ഞ ബേസുകളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു? കോംപ്ലക്സ് നമ്പർ കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ശരിയല്ലേ? കോംപ്ലക്സ് നമ്പറിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടികളെല്ലാം നമ്മൾ പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? നമ്മൾ കോഞ്ചുഗേറ്റ് എടുക്കുന്നതും സ്ക്വയർ റൂട്ട് എടുക്കുന്നതും ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇഫ് a + ib = c + id ആണെങ്കിൽ
എന്തുമായിരിക്കും ഈ താഴെ തന്നിരിക്കുന്ന കണ്ടീഷനിൽ ഏതായിരിക്കും കറക്റ്റ് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ സ്ക്വയർ ഒക്കെ കാണുമ്പോൾ തന്നെ അതൊരു മോഡുലസ് ആണ് നമുക്ക് ഉദ്ദേശിക്കാം. അപ്പം രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ അതിന്റെ മോഡുലസ് മോഡ് എ പ്ലസ് ഐ ബി ഈക്വൽ ടു മോഡ് സി പ്ലസ് ഐ ഡി. ശരിയല്ലയോ? മോഡുലസ് എടുക്കുന്നത് എങ്ങനെയാ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്തിന് ഈക്വൽ ആയിരിക്കും? റൂട്ട് ഓഫ് മോഡുലസ് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് സി സ്ക്വയർ പ്ലസ് ഐ സ്ക്വയർ ഡി സ്ക്വയർ. അപ്പുറം ഇപ്പുറവും റൂട്ട് ഉണ്ട്, സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് അങ്ങ് ക്യാൻസൽ ആവും. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആർക്ക് ഈക്വൽ ആയിരിക്കും? സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നോക്കാം. നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈസ് പ്യുവർലി റിയൽ ഇഫ് ഇസഡ് എന്ന് പറയുന്നത് റിയൽ ആകാനുള്ള കണ്ടീഷൻസ് താഴെ കുറെ തന്നിട്ടുണ്ട്. ഏതായിരിക്കും പ്യുവർലി റിയൽ ആവാനുള്ള കണ്ടീഷൻ? പ്യുവർലി റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇമാജിനറി പാർട്ട് കാണാൻ പാടില്ലടാ. അപ്പൊ ഇമാജിനറി പാർട്ട് എന്ത് കിട്ടണം? 0 കിട്ടണം. ഇമാജിനറി പാർട്ട് 0 കിട്ടുന്നത് എവിടെയാ? ഏത് ഓപ്ഷൻ എഴുതിയിരിക്കുന്നത്? ഇമാജിനറി ഇസഡ് 0 ആകണം, അപ്പോഴല്ലേ റിയൽ ആവത്തുള്ളൂ. രണ്ട് കോംപ്ലക്സ് നമ്പറാ, അതിനെ 2 + 0 എന്ന് എഴുതും. പ്യുവർലി റിയൽ കോംപ്ലക്സ് നമ്പർ ആണ്, കാരണം ഇമാജിനറി പാർട്ട് എന്തായതുകൊണ്ടാ? 0 ആയതുകൊണ്ടാ. അപ്പം മൊത്തത്തിൽ റിയൽ ആയ, അതായത് പ്യുവർലി റിയൽ ആകണമെന്നുണ്ടെങ്കിൽ ഇമാജിനറി പാർട്ട് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. ഇമാജിനറി ഇസഡ് ഇസ് ഈക്വൽ ടു 0. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് i റേസ് ടു 10? ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. i റേസ് ടു 10ന്റെ വില നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 1 - 1 i - i എന്നുണ്ട്. അപ്പോൾ i റേസ് ടു 10 എന്ന് പറയുന്നത് ഐയുടെ ഏത് പവർ വന്നാലും ആലോചിക്കേണ്ട കാര്യം, ഐയുടെ പവർ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ പഠിക്കാം. 1 i -1 - i. 4k വന്നാൽ 1 ആയിരിക്കും. 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനൊരു റിമൈൻഡർ 1 വന്നാൽ i ആയിരിക്കും, 2 വന്നാൽ -1 ആയിരിക്കും, 3 വന്നാൽ -i ആയിരിക്കും. അപ്പോൾ 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 4ന്റെ മൾട്ടിപ്പിൾ കൂട്ടി, ഒരു 4 4, 2 4 8, 3 4 12, 12 വരെ പോകരുത് ഇല്ലയോ? അപ്പോൾ എന്താ? 8a + 2 എന്ന് എഴുതാം. കണ്ടോ, 2 വന്നപ്പോൾ എന്തുവാ? 4k + 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 2 വന്നാൽ റിസൾട്ട് എന്തുവാ? -1. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ, ഐയുടെ ഏത് പവർ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫോമിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഐയുടെ പവറിന് ആൻസർ ഈ പറയുന്ന 4 ഓപ്ഷൻസിലേ വരത്തുള്ളൂ. ഈ 4 ഏതാണെന്ന് അറിയാൻ വേണ്ടി 4ന്റെ മൾട്ടിപ്പിൾ എടുത്ത് നോക്കുക. എന്നിട്ട് അത് പ്യുവർലി 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 1 ആയിരിക്കും. 1 കൂട്ടിയിരിക്കുകയാണെങ്കിൽ i ആയിരിക്കും, 2 കൂട്ടിയിരിക്കുകയാണെങ്കിൽ -1 ആയിരിക്കും, 3 കൂട്ടിയിരിക്കുകയാണെങ്കിൽ -i ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ, നോക്കിയേ, 2 കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. ജസ്റ്റ് z ആൻഡ് w. ഫൈൻഡ് z + w. നമുക്ക് ആഡ് ചെയ്യാം. നിങ്ങളൊന്ന് ആഡ് ചെയ്തതിന്റെ ഓപ്ഷൻ ഏതാണെന്നൊന്ന് നോക്കിയേ. ഇസഡും ഡബ്ല്യൂയും കൂടെ ആഡ് ചെയ്യുക. അപ്പം നമ്മൾ ഇതിന്റെ റിയൽ പാർട്ട് ആഡ് ചെയ്യുക. 2 + 1 എത്ര വരും? 3. അടുത്ത ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുക. 3i - 2i. 3iയിൽ നിന്ന് 2i കുറച്ചാൽ എത്രയാ? i. അപ്പോൾ റിസൾട്ട് എത്രയാടാ? 3 + i. ക്ലിയർ ആണോ? വളരെ എളുപ്പമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, if mod z is equal to 5, z is equal to x plus iy, what is x square plus y square എന്നാണ്. നമുക്കറിയാം x square plus y square, mod z is എന്തായിരിക്കും? z x plus iy ആണെങ്കിൽ mod z എന്തുവാടാ? റൂട്ട് ഓഫ് x square plus y square. ശരിയാണോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റൂട്ടാണോ റൂട്ട് ഇല്ലാത്ത ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റൂട്ട് പോകണമെങ്കിൽ mod z-നെ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് അങ്ങ് പോത്തില്ലയോ? x square plus y square ആവത്തില്ലയോ? mod z എത്രയായിരുന്നു? 5. അപ്പോൾ 5ന്റെ സ്ക്വയർ ആണ് x square plus y square. 5ന്റെ സ്ക്വയർ എത്രയാ? 5 × 5 25. ക്ലിയർ ആണോ? അപ്പോൾ mod z 5 ആണെങ്കിൽ x square plus y square എന്താന്ന് ചോദിച്ചാൽ mod z-ന്റെ എന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ദി ഇമാജിനറി പാർട്ട് ഓഫ് 2 + 3i / 1 - i. അപ്പം ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കോംപ്ലക്സ് നമ്പർ ഡിവൈഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇമാജിനറി പാർട്ട് എന്താണെന്നാണ് നോക്കണ്ടേ. അപ്പോൾ ഇതിന് ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം നോക്കിക്കേ, 2 + 3iനെ 1 - i വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിവൈഡ് ചെയ്യണമെങ്കിൽ താഴെ കിടക്കുന്നതിന്റെ കോഞ്ചുഗേറ്റ് വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. i - iയുടെ കോഞ്ചുഗേറ്റ് 1 + i. അപ്പോൾ 1 + i വെച്ച് താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്റർ a + b × a - b ആണ്. അപ്പോൾ a² - b². അപ്പോൾ 1² - i². ഓക്കെ, ഇനി ന്യൂമറേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 1 2. 2 × i + 2i. അടുത്ത 3i × 1 + 3i. അടുത്ത 3i × i + 3i². ഓക്കെ, ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇനി 2 + 2iയും 3iയുടെ കൂട്ടുമ്പോൾ എത്രയായി? 5i ആയി. i² വല -1 ആണ്. പ്ലസ് മൈനസ് ഇടാവുമ്പോൾ എത്ര ആവും? -3 ആവും.
ഹോൾ ഡിവൈഡഡ് ബൈ, നിങ്ങൾ നോക്കിക്കേ ഇവിടെ 1 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ എന്നാണ്, ശരിയല്ലയോ? 1ന്റെ സ്ക്വയർ എത്രയാ? 1. ഐ സ്ക്വയർ -1 ആണ്, 1 + 1 എന്ന് വരും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിസൾട്ട് a² + b² എന്നായിരിക്കും. റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ എന്നാണ് ആലോചിക്കുക കേട്ടോ. അപ്പം ഇനി എന്ത് വരും നോക്കിയേ, 2 - 3 എന്ന് പറയുമ്പോൾ എത്രയാ? ദാറ്റ് ഈസ് -1 + 5i ഡിവൈഡഡ് ബൈ 1 + 1 എത്രയാ? 2. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ -1/2 + 5/2i എന്ന് വരും. അപ്പോൾ നമ്മൾ അതിന്റെ ഇമാജിനറി പാർട്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐയുടെ കോഎഫിഷ്യന്റ്, ഐയുടെ കൂടെ കിടക്കുന്നതാണ് ഇമാജിനറി പാർട്ട്. അപ്പോൾ ഏതാ ഇമാജിനറി പാർട്ട്? 5/2. അപ്പോൾ ഇതിന്റെ ഓപ്ഷനിൽ 5/2 ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പം ഓപ്ഷനിൽ റോങ് ആണ്. 5/2 ആണ് ഇതിന്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പം ഏതൊരു കോംപ്ലക്സ് നമ്പറിന്റെയും ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ ഐയുടെ കോഎഫിഷ്യന്റ് ആണ്, ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ ആണെങ്കിൽ ആ ഓപ്പറേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, a+ib ഫോമിലാക്കി മാറ്റിയിട്ടേ എന്ത് എഴുതാവുള്ളൂ, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതാവുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇഫ് ദ കോംപ്ലക്സ് നമ്പർ z is equal to x plus iy satisfies the condition mod z plus 1 equal to 1, then z lies on x ആക്സിസിലാണോ, സർക്കിൾ വിത്ത് സെന്റർ 1 0 ആൻഡ് റേഡിയസ് 1 ആണോ, y ആക്സിസ് ആണോ, സർക്കിൾ വിത്ത് സെന്റർ -1 0 ആൻഡ് റേഡിയസ് 1 ആണോ? അപ്പൊ നമുക്കത് ചെയ്ത് നോക്കിയാലോ. എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? ആദ്യം നോക്കുക, x + iy ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്തുവാ? mod z + 1 is equal to 1 എന്നാണ് കണ്ടീഷൻ. അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. z പകരം x + iy എന്ന് കൊടുത്താൽ +1 = എന്തെന്ന് വരും? 1. ഇനി നമ്മൾ മോഡുലസ് എടുക്കുമ്പോൾ നമുക്കറിയാം എപ്പോഴും നമ്മൾ കോംപ്ലക്സ് നമ്പർ റിയൽ പാർട്ട് ഒരുമിച്ച് എഴുതുക, ഇമാജിനറി പാർട്ട് ഒരുമിച്ച് എഴുതുക. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? മോഡ് x + 1 + iy എന്ന് എഴുതും, ഈക്വൽ ടു എന്തെന്ന് വരും? 1. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ മോഡുലസ് എടുക്കുമ്പോൾ എങ്ങനെയാ? √ റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ ഈക്വൽ ടു എന്തെന്ന് വരും? 1. ഇനി നമുക്കറിയാം റൂട്ട് മാറ്റാൻ വേണ്ടി അപ്പുറവും ഇപ്പുറവും നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? x + 1ന്റെ സ്ക്വയർ പ്ലസ് y² is equal to എന്തെന്ന് വരും? 1 എന്ന് വരും. ക്ലിയർ ആണോ എഴുതിയിരിക്കുന്നത്? mod z + 1 is equal to 1 എന്ന് കൊടുത്തു, z x + iy എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ റിയൽ ഒരുമിച്ച് എഴുതി, ഇമാജിനറി ഒരുമിച്ച് എഴുതി. മോഡ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √ റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ. ഓക്കെ അല്ലേ? റൂട്ട് ഞാൻ അപ്പുറവും ഇപ്പുറവും മാറ്റി. ഇനി നോക്കിക്കേ, ഇത് x + 1 the whole square പ്ലസ് വൈൻ്റെ കൂടെ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ y + 0 the whole square is equal to എന്തെന്ന് എഴുതാം? 1. ഇനി നിങ്ങൾക്കറിയാം സർക്കിളിന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്താ സർക്കിളിന്റെ ഇക്വേഷൻ? x - h the whole square പ്ലസ് y - k the whole square is equal to r² എന്ന സർക്കിളിന്റെ സെന്റർ HKയും റേഡിയസ് എന്തുവാ? r ആണ്. അപ്പൊ ഈ സർക്കിളിന്റെ സെന്റർ എന്താന്ന് ചോദിച്ചാൽ എക്സിന്റെ കൂടെ കിടക്കുന്ന കോർഡിനേറ്റ് x മൈനസ് ആണ്, പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടിൽ പ്ലസ് അല്ലയോടാ. അപ്പൊ സെന്റർ -1 0യും റേഡിയസ് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് റേഡിയസിന്റെ സ്ക്വയറാ. അപ്പം റേഡിയസ് കണ്ടുപിടിക്കാൻ റൂട്ട് എടുക്കണം. 1ന്റെ റൂട്ട് എന്ത് തന്നെ? 1 തന്നെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സർക്കിളിന്റെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം നോക്കിക്കേ, സർക്കിൾ വിത്ത് സെന്റർ -1 0 ആൻഡ് റേഡിയസ് എന്താ? 1. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഈ കോംപ്ലക്സ് നമ്പർ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്തോ ചെയ്യണം? ജസ്റ്റ് ആ ഇസഡിന് പകരം x + iy ഇട്ട് കൊടുത്ത് അതിന്റെ മോഡുലസ് എടുത്ത് നോക്കുമ്പം, പക്ഷേ ഇത് കിട്ടുമ്പോൾ ഇതൊരു സർക്കിളിന്റെ ഇക്വേഷൻ ആണെന്ന് അറിയണം. അപ്പൊ സർക്കിളിന്റെ ഇക്വേഷൻ അറിയണ്ടേ? സർക്കിൾ ഇക്വേഷൻ ഇനിയെങ്കിലും മറക്കരുത്. x - h the whole square plus y - k the whole square equal to r². ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. Okay, next question. The simplified value of 1 - i the whole cube by 1 - i cube. എന്താണ് ഇതിന്റെ സിംപ്ലിഫൈഡ് വാല്യൂ? കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം എന്നൊക്കെ തോന്നും. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതേ ഉള്ളടാ റിസൾട്ട്. അപ്പൊ നോക്കിയേ, മോളിൽ കിടക്കുന്നതിനെ മൈൻഡ് ചെയ്യേണ്ട. 1 - i the whole cube. വേണമെങ്കിൽ ഇത് a - b the whole cubeന്റെ ഐഡന്റിറ്റി ഒക്കെ അറിയാമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് സത്യത്തിൽ ഐഡന്റിറ്റി അറിയാതെ കുറെ കണക്കുകൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ. 1ന്റെ സ്ക്വയർ - i cube എന്ന് എഴുതുന്നത് എനിക്ക് പ്രശ്നമുണ്ടോ? 1 is 1 square. ഇവിടെ ക്യൂബ് ആയതുകൊണ്ട് ഞാൻ 1ന്റെ ക്യൂബ് എന്ന് എഴുതിയാലും പ്രശ്നമില്ലല്ലോ. ഇല്ല. അപ്പൊ a cube - b cube എന്നാ താഴെ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എളുപ്പം ഇതിനെ മാറ്റാൻ വേണ്ടി a cube - b cube ഒരു ഐഡന്റിറ്റി ഉണ്ട്. a - b × a² പ്ലസ് ab പ്ലസ് b². ഇത് പഠിച്ചു വെക്കുക കേട്ടോ. a cube - b cube ഐഡന്റിറ്റി എന്തുവാ? a - b × a² പ്ലസ് ab പ്ലസ് b². അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, 1 - i the whole cube അവിടെ കിടന്നോട്ടെ, ഡിവൈഡഡ് ബൈ ഇത് a cube - b cube. അപ്പം 1 - a - b എന്ന് പറഞ്ഞാൽ 1 - i ഇൻറ്റു a². 1ന്റെ സ്ക്വയർ എത്രയാ? 1 പ്ലസ് a × b. 1 × i എത്രയാ? i പ്ലസ് b² എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയർ? i². ക്ലിയർ ആണേ? ഓക്കെ, ഇനി നോക്കിക്കേ, ഒരു 1 - iയുടെ ക്യൂബും ഒരു 1 - iയുടെ വെട്ടിയാൽ മണ്ടയ്ക്ക് എന്തായി? സ്ക്വയർ ആയി. അപ്പൊ കിട്ടിയത് 1 - i
ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നോക്കിക്കേ ഐ സ്ക്വയറിന്റെ വില 1 ഉണ്ട് പ്ലസ് ഐ ഉണ്ട് ഐ സ്ക്വയർ എന്താ -1 1ഉം -1ഉം എന്തായി പോയി ക്യാൻസൽ ആയിപ്പോയി ശരിയല്ലേ ഇനി നിങ്ങൾ നോക്കിക്കേ മുണ്ടയ്ക്ക് കിടക്കുന്ന റിസൾട്ട് ഒന്നും ആയില്ലല്ലോ അപ്പൊ ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം ഡിനോമിനേറ്ററിൽ എന്തോടൊപ്പമുണ്ട് ഒരു ഐ ഒക്കെ കിടപ്പുണ്ട് ന്യൂമറേറ്ററിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക ന്യൂമറേറ്റർ ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ a സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബി പ്ലസ് ഐ സ്ക്വയർ ക്ലിയർ ആണേ ചെയ്ത് മനസ്സിലായല്ലോ a സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു ഐ പ്ലസ് ഐ സ്ക്വയർ ദാറ്റ് ഈസ് ഐ സ്ക്വയർ -1 ആണ് ഈ -1ഉം +1 കൂടെ ക്യാൻസൽ ആയി അപ്പൊ -2i ബൈ ഐ എന്ന് വരും ഐയും ഐയും ക്യാൻസൽ ആയി പോയി എന്ത് കിട്ടിയാണ് റിസൾട്ട് -2 ഉണ്ട് ഓപ്ഷനിൽ ഉണ്ട് സിംപ്ലിഫൈഡ് വാല്യൂ എത്രയാ -2 അപ്പൊ സിംപ്ലിഫൈ ചെയ്തത് ക്ലിയർ ആണോ ഡിനോമിനേറ്റർ കിടക്കുന്നതിനെ a ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് ഐഡന്റിറ്റി എഴുതി അത് എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്നതായിട്ട് വെട്ടിപ്പോകാനാട്ടോ ഇത് ചില കുഞ്ഞുങ്ങൾ ഇത് എന്തോ ചെയ്യും a മൈനസ് ബി ദ ഹോൾ ക്യൂബിന് ഐഡന്റിറ്റി വെച്ച് പിടിക്കും പക്ഷേ ആൻസർ കിട്ടാനായിട്ട് ഇത്തിരി കൂടെ പാടുപെടും കേട്ടോ അപ്പൊ അതിനേക്കാൾ എളുപ്പം a ക്യൂബ് മൈനസ് ബി ക്യൂബിന് ഐഡന്റിറ്റി എഴുതുക അത് വെട്ടിക്കളയുക ചെയ്ത് നോക്കാം ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് 1 മൈനസ് ഐ ഇസ് എ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ x സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0 വേർ എ ബി എലമെന്റ് ഓഫ് ആർ ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ മൈനസ് ബി എന്നാണ് ചോദ്യം ഈ 1 മൈനസ് ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷന്റെ റൂട്ട് ആണെങ്കിൽ നമ്മൾ എന്തിന്റെ വില കണ്ടുപിടിക്കാൻ എ മൈനസ് ബിയുടെ വില കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം ആണല്ലോ അപ്പൊ റൂട്ട് ആണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ഈ റൂട്ട് എന്ന് പറഞ്ഞ മീനിങ് എന്തുവാ ഒരു ഇക്വേഷനിൽ എക്സിന്റെ വിലയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക റൂട്ട് അപ്പൊ 1 മൈനസ് ഐ റൂട്ട് ആണെങ്കിൽ എക്സിന്റെ സ്ഥാനത്തോട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1 മൈനസ് ഐ എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും 1 മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു 1 മൈനസ് ഐ പ്ലസ് ബി ഈക്വൽ ടു എന്നു കൊടുക്കാം നമുക്ക് 0 എക്സ് കിടക്കുന്നിടത്തെല്ലാം 1 മൈനസ് ഐ കൊടുത്താൽ ഇക്വേഷൻ മസ്റ്റ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ അപ്പൊ ഇനി നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്യാം എ സ്ക്വയർ 1 സ്ക്വയർ മൈനസ് 2i പ്ലസ് ബി സ്ക്വയർ ഐ സ്ക്വയർ പ്ലസ് എ അകത്തോട്ട് കയറ്റുമ്പം എ ഇൻറ്റു 1a മൈനസ് എ ഐ പ്ലസ് ബി ഈക്വൽ ടു എന്ത് കിട്ടും 0 എന്ന് കിട്ടും ഇനി ഇതിനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സോൾവ് ഒക്കെ ചെയ്ത് നോക്കിക്കേ എന്ത് വരും 1 മൈനസ് 2i ഐ സ്ക്വയറിന്റെ വില എത്രയാ -1 ആണ് പ്ലസ് എ മൈനസ് എ ഐ പ്ലസ് ബി ഈക്വൽ ടു എന്തെന്ന് കിട്ടും 0 എന്ന് കിട്ടും ശരിയല്ലേ 1ഉം -1ഉം എന്തായിപ്പോയി ക്യാൻസൽ ആയിപ്പോയി ശരിയാണല്ലോ ഇനി അടുത്ത് നമുക്ക് എന്ത് കിട്ടി നോക്കിക്കേ ഇതൊരു കോംപ്ലക്സ് നമ്പർ ആയിട്ട് നമ്മൾ എഴുതാൻ പോവാണ് സോ ഇതൊരു കോംപ്ലക്സ് നമ്പർ ആയിട്ട് എഴുതുമ്പോഴത്തേക്ക് റിയൽ പാർട്ട് ഒരുമിച്ച് എഴുതുക ഇമാജിനറി പാർട്ട് ഒരുമിച്ച് എഴുതുക നമ്മുടെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ ഇല്ലാത്ത ടേമുകളാണ് ഇവിടെ ഐ ഇല്ലാത്ത ടേമായിട്ട് കിട്ടുന്ന എ ഉണ്ട് ബി ഉണ്ട് പ്ലസ് ഐ ഉള്ള ടേമായിട്ട് കിട്ടുന്ന ഐ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഐ ഉള്ള ടേമായിട്ട് ഇവിടെ ഒരു -2ഉം വരും -എയും വരും ശരിയാണോ എന്നുവെച്ചാൽ ഐനെ ഞാൻ പ്ലസ് ഐനെ കോമൺ എടുത്താൽ ഇവിടെ -2 -a ഈക്വൽ ടു എന്ത് വരും 0 ഇനി നോക്കാം ഇതൊരു റിസൾട്ട് ആണ് ഈക്വൽ ടു 0 എന്നാണ് കിടക്കുന്നത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പറാ 0 പ്ലസ് എന്തെന്ന് എഴുതാം 0i എന്ന് എഴുതാം അപ്പൊ നോക്കിക്കേ രണ്ട് കോംപ്ലക്സ് നമ്പർ ഇപ്പൊ ഈക്വൽ ആണെന്ന കണ്ടീഷനിലാണ് എത്തിക്കുന്നത് രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ റിയൽ പാർട്ട് ഈക്വൽ ആയിരിക്കും ഇമാജിനറി പാർട്ടും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a പ്ലസ് ബി എന്ന് പറയുന്നതായിരിക്കും റിയൽ പാർട്ട് അവിടുത്തെ റിയൽ പാർട്ട് എന്തുവാടാ 0 a പ്ലസ് ബി ആണോ നമ്മുടെ ചോദിച്ചിട്ടുള്ളത് അല്ല അടുത്ത ഇമാജിനറി പാർട്ട് ഒന്ന് ഇക്വേറ്റ് ചെയ്തേ -2 -a ഈക്വൽ ടു എന്തെന്ന് വരും 0 അപ്പൊ നമുക്ക് എയുടെ വില എത്ര എന്നാ കിട്ടുന്നേ -2 എന്ന് കിട്ടും ക്ലിയർ ആണേ എയുടെ വില എത്ര എന്ന് കിട്ടും -2 എന്ന് കിട്ടും a -2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബി കണ്ടുപിടിക്കാവല്ലോ എങ്ങനാ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്തു ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്തു നമുക്ക് a പ്ലസ് ബി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇവിടെ ധൈര്യമായിട്ട് എഴുതാം 0 എന്ന് ബട്ട് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് a മൈനസ് ബി ആ അപ്പൊ നമ്മൾ അതിന്റെ ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്തപ്പം എയുടെ വില എത്ര എന്ന് കിട്ടി -2 a -2 എന്ന് കിട്ടിയാൽ ഫസ്റ്റ് ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും 2 പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും ബിയുടെ വില എത്ര എന്ന് കിട്ടും ബിയുടെ വില 2 അപ്പൊ a -2ഉം ബി എത്രയാ 2 ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് a മൈനസ് ബി അല്ലയോ a മൈനസ് ബി എയുടെ വില എത്ര കിട്ടിയത് നമുക്ക് -2 മൈനസ് ബിയുടെ വില നമുക്ക് എത്ര കിട്ടിയത് വെറും 2 -2 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും -4 അപ്പൊ നമ്മുടെ ആൻസർ എന്തുവാ ഓപ്ഷൻ എ ക്ലിയർ ആണോ അപ്പൊ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് തന്നു കഴിഞ്ഞാൽ ആ റൂട്ട് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതൊരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ നമുക്ക് ആ കോംപ്ലക്സ് നമ്പറിനെ ഇക്വേറ്റ് ചെയ്യാം റിയലിനെയും ഇമാജിനറിയും ഇക്വേറ്റ് ചെയ്ത് എയും ബിയും കണ്ടെത്താൻ പറ്റും ഓക്കെ തന്നിരിക്കുന്ന ക്വസ്റ്റൻ അനുസരിച്ച് ചെയ്യുക ഇതിപ്പോ പെട്ടെന്ന് ഒരു a പ്ലസ് ബി കണ്ട് 0 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിനെ 0 എന്ന് എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട് ബട്ട് ചോദിച്ചിരിക്കുന്ന a പ്ലസ് ബി അല്ല എന്താ a മൈനസ് ബി അപ്പൊ ഇമാജിനറി എഴുതിയിട്ട് ഇമാജിനറി കണ്ടുപിടിച്ചിട്ട് വേണം 0 എന്ന് ഇക്വേറ്റ് ചെയ്യാൻ ക്ലിയർ ആണല്ലോ അപ്പോൾ നോക്കി കോംപ്ലക്സ് നമ്പറിന്റെ ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മൾ എടുത്തത് അപ്പോൾ കോംപ്ലക്സ് നമ്പറിന്റെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് കുറേ നമ്മൾ ചെയ്തു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്തുവാ മോഡുലസ് എന്തുവാ അതൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു
താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം കേട്ടോ.